ഹായ് വെൽക്കം ടു ദ വീഡിയോ. അർജന്റീന വേഴ്സസ് സ്പെയിൻ 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ പോരാട്ടം അവസാനിച്ചു. അങ്ങനെ സ്പെയിൻ പുതിയ ലോക ചാമ്പ്യന്മാർ. അർജന്റീനയുടെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് ആൻ അർജന്റീന ഫാൻ എന്നോട് കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നന്നായി കളിച്ചു തോറ്റു എന്ന് തന്നെ പറയാം. സ്പെയിൻ നന്നായി കളിച്ചു, അർജന്റീന തോറ്റു. ഈ ഹൈഡ്രേഷൻ ബ്രേക്കിൻ്റെ ഒക്കെ വില മനസ്സിലാവുന്നത് എനിക്ക് ഈ മാച്ചിൽ നിന്നാണ്. കാരണം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതിനേക്കാളും എത്ര സുഖമാണെന്നറിയാം നിന്ന് വെള്ളം കുടിക്കുമ്പോൾ. സ്പെയിൻ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഡിഫെൻഡിങ് ചാമ്പ്യൻസ് അല്ലേ? ഒരു മര്യാദ വേണ്ടേ? ഏതാണ്ട് 90 മിനിറ്റ് സ്പെയിനിന് കൂടെ ഓടിക്കളിക്കാൻ ഒരു ടീമിനെ വേണം. അത്രയുള്ളായിരുന്നു ഈ മാച്ചിൽ അർജന്റീനയുടെ വില. ആസ് ആൻ അർജന്റീന ഫാൻ ഞാൻ ആഗ്രഹിച്ചത് മെസ്സിയുടെയും പിള്ളേരുടെയും അവസാന പോരാട്ടം കാണാനായിരുന്നു. അതിന് കാലന്മാർ പന്ത് കൊടുക്കണ്ടേ കാലില്. എനിക്ക് തോന്നുന്നത് ഈ കളിയുടെ ഏറ്റവും നല്ല വ്യൂവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്പെയിനിൻ്റെ ഗോൾ കീപ്പർ ഉനൈസിമാണ്. പുള്ളി ശമ്പളം കുറവാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ടെൻഷനൊന്നുമുള്ള ജോലിയൊന്നുമല്ല. അപ്പുറത്താണെങ്കിൽ ഒരു പാവം പിടിച്ചവൻ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത്, നടു നിവർക്കാൻ പോലും സമയം കൊടുത്തിട്ടില്ല. ഈ ഗെയിം സ്പെയിൻ പ്ലേയേഴ്സ് വേഴ്സസ് എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു. അങ്ങേരെ കൊണ്ട് ഒക്കണ പോലൊക്കെ അയാൾ ബോൾ തടഞ്ഞു. ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. ഇല്ലായിരുന്നു എപ്പോഴേ തീരേണ്ട കളിയാണ്. തടഞ്ഞു പുള്ളി എവർ ടൈം ഗോൾ സേവർ എന്നുള്ള റെക്കോർഡും തൂക്കി. കളി നടക്കുന്നത് തന്നെ ഹാഫ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. സ്പെയിനിൻ്റെ ഒരു ഗോൾ കീപ്പർ ഉണ്ടെന്നും ഗോൾ പോസ്റ്റ് ഉണ്ടെന്നും ഒക്കെ ആരും ഓർക്കുന്ന പോലുമില്ല. സ്പെയിനിൻ്റെ ഡിഫൻസിനപ്പുറത്തേക്ക് അർജന്റീനയ്ക്ക് ഒരു ലോകം പോലുമില്ല. പല ആംഗിളിൽ വെച്ചിരിക്കുന്ന ക്യാമറയ്ക്കൊന്നും പ്രത്യേകിച്ച് പണിയേ ഇല്ല. അത് ജസ്റ്റ് ഓഡിയൻസിനെ ഷൂട്ട് ചെയ്യുക, ആകാശത്തോടൊപ്പം കാക്കയും പറവയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുകയെന്നില്ല. വാർ ടീമിനും പണി മൊത്തത്തിൽ എളുപ്പമായിരുന്നു. എന്ത് ഗെയിമാണിത്? സ്പെയിൻ ആക്ച്വലി അർജന്റീനയെ വരിഞ്ഞ് മുറുക്കിക്കളഞ്ഞു. 78-ാം മിനിറ്റിൽ തിരിച്ചു ഉണരുന്ന ഒരു അർജന്റീന ടീമുണ്ടായിരുന്നു. ഇവിടെ 78-ാം മിനിറ്റ് കഴിഞ്ഞിട്ട് എവിടെ ഉണരാൻ? അതിന് പന്ത് കിട്ടണ്ടേ ഉണരാൻ? ഒരുപാട് വിമർശനം നേരിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ടൂർണമെൻറ്റിൻ്റെ തുടക്കം മുതലേ അർജന്റീനൻ ടീം അതിസാഹസികമായിട്ടാണ് ഫൗൾ ചെയ്തു കൊണ്ടുവന്നത്. പറയത്തക്ക റഫറി റെഡ് കാർഡുകളൊന്നും നീട്ടാതെ തന്നെ അതിലൊക്കെ വിജയിച്ചെത്തിയ ഫൈനൽ മാച്ചിൽ അതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് അടിച്ചണ്ണാക്കിൽ കിട്ടി. 4 യെല്ലോ കാർഡും ഒരു റെഡ് കാർഡും. റെഡ് കാർഡ് കിട്ടി ഫെർണാണ്ടസ് പുറത്തുപോയി. ഇവിടെ 11 പ്ലേയേഴ്സിനെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോഴാ 10 എണ്ണത്തിന് വെച്ചിട്ട് ഈ ഉന്തിൻ്റെ കൂട്ടൊരു തള്ളെന്ന് പറയുന്നൊരവസ്ഥ. പക്ഷെ മാക്സിമം അർജന്റീന ശ്രമിച്ചു ഗെയിം പെനാൽറ്റി വരെ എത്തിക്കാൻ. ബട്ട് എവിടെ? സ്പെയിൻ ഗെയിമിൻ്റെ മൊമെൻറ്റം തന്നെ അങ്ങനെയല്ലേ. സ്പെയിൻ മാർക്ക് ചെയ്തത് മെസ്സിയെ മാത്രമല്ല, മറിച്ച് കംപ്ലീറ്റ് അർജന്റീന ടീമിനെയാണ്. ഫേമസ് സ്പാനിഷ് ടിക്കി ടാക്ക ഫുട്ബോൾ. അതിൻ്റെ മുമ്പിൽ അർജന്റീനയ്ക്ക് നോക്കൂത്തിയെ പോലെ നിൽക്കാനും സാധിച്ചിട്ടുള്ളൂ. ഈവൻ ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുമോ? സംതിങ് സൂപ്പർസ്റ്റിഷ്യസ് വല്ലോ? എവിടെ? ആസ് ആൻ അർജന്റീനിയൻ ഫാൻ എനിക്കിഷ്ടമുള്ള ടീമിനെ ന്യായീകരിക്കാനോ ഇഷ്ടമില്ലാത്ത ടീമിനെ കുറ്റം പറയാനോ ആഗ്രഹിക്കുന്നില്ല ഞാൻ. കാരണം സ്പെയിൻ ഡിഡ് എ വെരി വെൽ ജോബ് ടു സെക്യൂർ ദെയർ ക്രൗൺ. അത് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ജയിച്ചതും. And also, I am expecting something good manners from the Argentinian players. Difficult situation വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒപ്പോണന്റ് പ്ലേയേഴ്സിനെ സൈക്കോളജിക്കലി അറ്റാക്ക് ചെയ്യുന്നതല്ല ഗെയിം. ഈവൻ ഇൻ ദ എൻഡ് ഓഫ് ദ മാച്ച് ഇറ്റ്സ് പിറ്റി. I don't think this is a hard luck for Argentina. This is completely supremacy of Espana football. They did a very great job throughout the tournament. ഈവൻ ഇൻ ദ കേസ് ഓഫ് ഡിഫൻസ്, പൊസഷൻസ്, എങ്ങനെ എടുത്തു വെച്ച് നോക്കിയാലും ത്രൂ ഔട്ട് ടൂർണമെൻറ്റിൽ ഒരേ ഒരു ഗോൾ മാത്രം വഴങ്ങിയ ഒരു ടീമിൻ്റെ കോൺഫിഡൻസ് ആണത്. സ്പെയിനിൻ്റെ ഡിഫൻസ് കോട്ട തകർക്കാൻ ഈ ലോകത്തിലെ ഏത് ശക്തിക്ക് ഇനി മുന്നോട്ട് കഴിയുമെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഐ ആം നോട്ട് സോ ഹാപ്പി ഫോർ അർജന്റീന. ലോക 1-ാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തിന് അതിൽ കുറഞ്ഞതൊന്നും യോജിക്കില്ല. ബൈ ബൈ.